യെശയ്യാ പ്രവചനത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം 53-ാം അധ്യായത്തിൽ വിവരിക്കുക, അവൻ നമ്മുടെ അതിക്രമമൊക്കെ 5-ാമത്തെ വാക്യത്തിലാകട്ടോ, അവൻ നമ്മുടെ അകൃത്യമൊക്കെയും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നല്ല സൗഖ്യമുണ്ടായത്, രോഗം ഇന്നലെയാ ഉണ്ടായത്. സൗഖ്യം 2000 വർഷം പുറകിൽ. അടിപ്പിണരുകളാൽ ഇന്ന് കൈ നീട്ടിയ സൗഖ്യത്തെ സ്വീകരിക്കണം. ഓ യേശുവിന്റെ നാമത്തില് ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ തലത്തില് ആ സൗഖ്യത്തിന്റെ കൃപ. ഓ ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചോ? 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, ദൈവത്തിന് സ്തോത്രം, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ സൗഖ്യം വന്നത് എവിടാ? അത് ക്രൂശിലാ. സ്തോത്രം. കർത്താവ് അടിയേറ്റത് എന്തിനാ? നീ അടിയേക്കാതിരിക്കാൻ. കർത്താവ് നഗ്നനായത് എന്തിനാ? നീ നഗ്നനാകാതിരിക്കാൻ. കർത്താവ് നിന്ന സഹിച്ച് എന്തിനാ? നീ നിന്ദിക്കപ്പെടാതിരിക്കാൻ. സ്തോത്രം. എന്നിട്ട് പറയാ അവന്റെ അടിപ്പിണരുകളാൽ. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, പഴക്കം ചെന്ന ചില രോഗങ്ങൾ, മാറാത്ത ചില രോഗത്തിന്റെ ബാധകൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ. ഓ ഇന്ന് ചിലരുടെ മേൽ യഹോവയുടെ കൈ ഇറങ്ങാൻ പോവുക. സൗഖ്യമാക്കുന്ന കരം, രോഗി എന്ന് നിന്റെ മേലിട്ട മുദ്ര ഇന്നത്തെ ആരാധനയിൽ ദൈവം പൊട്ടിക്കുക. സ്തോത്രം. അടുത്ത ഭാഗത്ത് എനിക്ക് പോകേണ്ടതുണ്ട്, വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ പോവുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു രാജാവിന് രോഗം വന്നപ്പം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. ഹിസ്കിയാവെന്ന് പറഞ്ഞ രാജാവിന് രോഗം വന്നപ്പം ദൈവം പറയുക, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അപ്പം സൗഖ്യം വരുന്നത് എങ്ങനെയാ? പ്രാർത്ഥന കേട്ട് കണ്ണുനീർ കണ്ട് നിന്നെ അവൻ സൗഖ്യമാക്കും. എത്ര പേര് അതിന് ആമയും പറയും? ഈ കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാർ ഈ കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷാമേതന്നെ യേശു രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയ ധാരാളം ചരിത്രമുണ്ട്. കൈവച്ച് സൗഖ്യം വരുത്തിയത്. സ്തോത്രം. ഞാൻ ഇന്നും ദൈവത്തിൻ്റെ ദൂത് പറയുക. സ്തോത്രം. യേശു ക്രിസ്തു കൈവച്ച് സൗഖ്യം വരുത്തിയച്ച് ശിഷ്യന്മാരോട് പറഞ്ഞൊരു പദം കൂടെ വായിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ലൂക്കോസിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ സ്തോത്രം, 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അവരെ അടുക്കൽ വിളിച്ചു യേശുവിന് ശിഷ്യന്മാരെ അയക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. അവരെ അടുക്കൽ വിളിച്ചു പറയുന്ന കാര്യമാണ്, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അടുത്ത കേട്ടോ, ദൈവരാജ്യം പ്രസംഗിപ്പാനും. എന്നിട്ട് അവരോട് നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികൾക്ക് സൗഖ്യം വരുത്തുവാൻ. ചിലരിപ്പോൾ ഒന്നേ ചെയ്യത്തുള്ളൂ, ഞങ്ങൾക്ക് വലിയ അത്ഭുത അടയാളമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ദൈവരാജ്യം പറഞ്ഞാൽ മതി. അങ്ങനല്ല പുസ്തകത്തിൽ. ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗിയെ സൗഖ്യമാക്കുകയും അവരെ അയച്ചു പറഞ്ഞത്. അവരെ അയക്കുക, ദൈവം അയക്കുക. നിങ്ങൾ രോഗികളെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിങ്ങളെ ദൈവം അയച്ചത് ഒരു പ്രസംഗം പ്രസംഗിച്ച് പിരിയാനല്ല, രോഗിയെ കണ്ടാൽ സൗഖ്യമാക്കാനുള്ള അധികാരം ദൈവം കൈമാറുക.